ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു തട്ടിക്കൂട്ട് പീര പറ്റിക്കലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ തോരൻ വയ്ക്കുന്നത്, പീര പറ്റിക്കുന്ന അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമുക്ക് വേണ്ടത് ഫ്രഷാക്കി വെച്ചിരിക്കുന്ന നൊത്തോലി, പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി. അത്യാവശ്യം പുളിയുള്ളതായതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കൊച്ചുള്ളി, കാന്താരി മുളക്. അപ്പോൾ കാന്താരി മുളക് ഇല്ലാത്തവർക്ക് പച്ചമുളക് അല്ലെങ്കിൽ മുളക് പൊടി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചല്ല, ചെറുതായിട്ടൊന്ന് അരഞ്ഞ് എടുക്കാം. ഒത്തിരി അരയ്ക്കേണ്ട, ചെറിയ ഇതിൽ. അപ്പോൾ ഗായ്സ്, നമ്മുടെ അരപ്പ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിനകത്ത് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് അരപ്പ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങ സെപ്പറേറ്റ്, ബാക്കിയുള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ചതച്ചെടുത്തത്. അപ്പോൾ അരപ്പ് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് മീനിലോട്ട് മിക്സാക്കാം. അപ്പോൾ അരപ്പ് നമ്മളിനി മീനിലിട്ട് മീൻ ഉടഞ്ഞു പോകാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. അപ്പോൾ മീൻ ഉടഞ്ഞു പോകാത്ത രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് നമുക്ക് ആദ്യമേ കുറച്ചിട്ടിട്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയൊരു തീയിൽ വെച്ച് കൊടുത്ത് നമുക്ക് അത് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. നല്ല ആവിയൊക്കെ പറക്കുന്ന നല്ല വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. അപ്പം കുറച്ച് കരിയാപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സംഭവം സെറ്റായി. അപ്പോൾ ഗായ്സ്, എൻ്റെ ഈ തട്ടിക്കൂട്ട് മീൻ പീര പറ്റിക്കൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.